അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച. വിഴിഞ്ഞം തുറമുഖത്തെ അദാനിയുടെ 49% ഓഹരി വിദേശ ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് വിൽക്കാൻ അനുമതി നൽകണമെന്ന അപേക്ഷ സംസ്ഥാന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി പരിശോധിക്കും. രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്തായിരിക്കും തീരുമാനം. അതേസമയം വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാമെന്ന് സർക്കാരുമായി കരാറുണ്ടെന്ന് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടി. 2024 ഡിസംബർ 24-നാണ് വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ ഡിസംബറോടെ വിൽപ്പനാവകാശമുണ്ടെന്നാണ് അദാനിയുടെ വാദം. പ്രൊവിഡന്റ് ഫണ്ടിൽ തൊഴിലാളികളും സ്ഥാപനമുടമകളും നിർബന്ധമായും അടയ്ക്കേണ്ട വിഹിതം പരമാവധി 1800 രൂപയായി നിശ്ചയിച്ചു. തൊഴിലാളിക്ക് കൂടുതൽ തുക അടയ്ക്കാനും വ്യവസ്ഥയുണ്ട്. തൊഴിലാളി നൽകുന്ന വിഹിതത്തിന് 1800 രൂപയ്ക്ക് മേൽ തത്തുല്യ വിഹിതം അടയ്ക്കണോ എന്നത് സ്ഥാപനമുടമയ്ക്ക് തീരുമാനിക്കാം. കൂടുതൽ വിഹിതം എപ്പോൾ വേണമെങ്കിലും നിർത്തിവെക്കാം. പണം പിൻവലിക്കാനുള്ള വ്യവസ്ഥകളും ലളിതമാക്കി. PFൽ 8 കോടി അംഗങ്ങളാണ് ഉള്ളത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25%-ൽ ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം വേണമെന്നാണ് കരാറിലെ വ്യവസ്ഥ. ജൂൺ 29-ന് കരാർ ഒപ്പിട്ടത് സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയാണോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. ദേവികുളം റേഞ്ചിലെ ഗൂഡൻപാറ എസ്റ്റേറ്റിൽ നടന്ന വൻ മരം കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. പാലാ സ്വദേശികളായ 4 പേരുടെ കൈവശമുള്ള 450 ഏക്കർ ഏലത്തോട്ടത്തിൽ നിന്ന് നിയമവിരുദ്ധമായി തമിഴ്നാട് സ്വദേശികൾക്ക് 300 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകിയത് നിയമലംഘനമാണ്. 1.25 കോടി രൂപയുടെ ഈ പാട്ടക്കരാർ വെറും 500 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പും നടത്തിയെന്ന് വനം വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ യൂത്ത് ലീഗ് നേതാവ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. CPM നൽകിയ പരാതിയിലായിരുന്നു യൂത്ത് ലീഗ് നേതാവ് കാസിമിനെ പ്രതിയാക്കിയത്. കാസിമിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കാസിം അല്ല സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് കേസിൽ നിന്നും ഒഴിവാക്കിയത്. KSRTC ഡിപ്പോകളുടെ അടിസ്ഥാന സൗകര്യ വികസനം, യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പാക്കൽ, ശുചിത്വം, പൊതുസൗകര്യങ്ങൾ, ക്യാന്റീൻ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ എല്ലാ ഡിപ്പോകളിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റികൾക്ക് കത്തയച്ചു. പാർട്ടി നിയന്ത്രണത്തിലില്ലാത്ത സഹകരണ സംഘങ്ങളെ പിടിച്ചെടുക്കണമെന്നാണ് നിർദ്ദേശം. 424 സഹകരണ സംഘങ്ങളാണ് ലിസ്റ്റിൽ ഉള്ളത്. നാടിന്റെ താൽപര്യം കണക്കിലെടുക്കാതെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് സർക്കാർ കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബജറ്റിന്റെ ഷെഡ്യൂളിൽ ധനകാര്യ ബില്ലുണ്ടായിരുന്നില്ല. മദ്യകമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനാണ് ധനകാര്യ ബില്ലിൽ നികുതി ഘടന തിരുകി കയറ്റിയത്. മുഖ്യമന്ത്രി VD സതീശൻ നിരന്തരം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ അതിരൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന്റെ വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഓഹരി കൈമാറ്റത്തിൽ നിലപാട് മാറ്റി CPM മുഖപത്രം ദേശാഭിമാനി. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ ആശങ്കയെന്നാണ് ഇന്നത്തെ പത്രത്തിലെ 1-ാം പേജ് വാർത്ത. വിദേശ നിക്ഷേപം വന്നത് LDFന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമെന്നായിരുന്നു ഇന്നലത്തെ വാർത്ത. വെള്ളാപ്പള്ളി നടേശന് നൽകിയ പത്മഭൂഷൺ റദ്ദാക്കണമെന്നാവശ്യപ്പെടാനാവില്ലെന്ന് ഹൈക്കോടതി. പൊതുതാൽപര്യ ഹർജിയിലാണ് നിലപാട് അറിയിച്ചത്. കേസുകൾ നിലവിലുണ്ടെന്ന കാരണത്താൽ കുറ്റക്കാരനായി കണക്കാക്കാനാകില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സത്യം തെളിയുമെന്ന് INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. വിചാരണ ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയ സർക്കാർ നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തട്ടിപ്പ് നടന്നതായി പറയുന്ന 10 വർഷത്തിൽ താൻ ചെയർമാനായത് 3 വർഷം മാത്രമാണ്. ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയത്.
പുതിയ യൂണിയൻ രൂപീകരിക്കാനുള്ള നീക്കം തടഞ്ഞതാണ് പരാതിക്കാരന്റെ വൈരാഗ്യത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. നടൻ ടിനി ടോമിനെ കടവന്ത്ര പോലീസ് വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചതിനു പിറകെ കേസെടുത്തിരുന്നു. നടിമാരായ നീന കുറുപ്പ്, ശ്വേത മേനോൻ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തും. നടി ലക്ഷ്മിപ്രിയയ്ക്കും അമ്മ മുൻ പ്രസിഡന്റ് ശ്വേത മേനോനും എതിരെ അൻസിബ കോടതിയിൽ ഹർജി നൽകി. അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ചുള്ള പരാതി പോലീസ് നേരത്തെ തള്ളിയിരുന്നു. കൊച്ചിയിൽ ഡോക്ടർമാർക്കും സിനിമാ പ്രവർത്തകർക്കും ലഹരി എത്തിക്കുന്ന വിതരണക്കാർ പിടിയിൽ. അമൽ ജോർജ്, അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. ചേരാനല്ലൂരിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു ലഹരി വിൽപ്പന. കൊച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള തുറമുഖ പ്രദേശത്തെ റെയിൽപാതയിൽ നിന്ന് റെയിൽപാളം മോഷ്ടിച്ച 3 പേർ പിടിയിൽ. വൈപ്പിൻ മുള്ളയ്ക്കൽ വീട്ടിൽ PK അഫ്സൽ, മട്ടാഞ്ചേരി പഴയ വീട്ടിൽ PI താജുദ്ദീൻ, അസം സ്വദേശിയായ ചന്ദ്രശേഖർ മാലിക് എന്നിവരാണ് അറസ്റ്റിലായത്. ദേശീയപാതയിലെ ഗർത്തം രൂപപ്പെട്ടതിൽ മുന്നറിയിപ്പുകൾ NHAI അവഗണിച്ചെന്ന് ജല അതോറിറ്റി. നിർമ്മാണം തുടങ്ങും മുൻപ് തന്നെ കുടിവെള്ള പൈപ്പുകൾ മാറ്റണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം NHAI കരാറുകാരൻ ഗൗരവമായി എടുത്തില്ലെന്ന് ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിൽ മുൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് സസ്പെൻഷൻ. 8 പവനോളം തൊണ്ടി മുതൽ സ്റ്റേഷനിൽ നിന്നും മോഷ്ടിച്ചത് മുൻ SHO ആണെന്ന് അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. പള്ളിപ്പെരുന്നാളിൽ വെടിക്കെട്ട് ഒഴിവാക്കി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനുള്ള ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ആഹ്വാനം യാഥാർത്ഥ്യമായി. അർഹരായ കുടുംബത്തിന് 60 ദിവസത്തിനുള്ളിൽ വീടൊരുക്കി പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയ പള്ളി. സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന മൃതദേഹം കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി സംവിധാനം മലപ്പുറം ജില്ലയിൽ പൈലറ്റ് പദ്ധതിയായി ആരംഭിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 80% ശാരീരിക മാനസിക വൈകല്യം സംഭവിച്ച യുവാവിന് 1,05 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മഞ്ചേരി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവിട്ടു. കീഴ്ശ്ശേരി തവനൂർ 1 മൈൽ സ്വദേശി കിണറ്റിങ്ങൽ വീട്ടിൽ മുബഷീറിനാണ് ട്രൈബ്യൂണൽ ജഡ്ജി ഈ വൻതുക നഷ്ടപരിഹാരമായി അനുവദിച്ചത്. കോംബോ ഓഫർ കണ്ട് ഷവായയും ഷവർമയും കഴിച്ച 21 പേർക്ക് ഭക്ഷ്യവിഷബാധ. കഴിഞ്ഞ ദിവസം കടക്കാവൂരിലായിരുന്നു സംഭവം. തെക്കുംഭാഗം SRV-LP സ്കൂളിന് സമീപത്തുള്ള കടയിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി ഭക്ഷണം കഴിച്ചവർക്കാണ് വിഷബാധ ഏറ്റത്. തമിഴ്നാട്ടിൽ പശുക്കളെ അറുക്കുന്നത് നിരോധിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പരിധികൾ ലംഘിച്ചാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയതെന്ന് തമിഴ്നാട് സർക്കാർ ഹർജിയിൽ ആരോപിക്കുന്നു. കർണാടകയിലെ ബംഗളൂരു ദക്ഷിണ താലൂക്കിലുണ്ടായ ക്വാറി അപകടത്തിൽ 9 തൊഴിലാളികൾ മരണപ്പെട്ടു. മാതാപട്ടണത്തിന് സമീപമുള്ള കാവേരി ക്രഷർ എന്ന ക്വാറിയിലാണ് ദുരന്തമുണ്ടായത്. അപകടത്തിൽപ്പെട്ടവരെല്ലാം അസം, ബീഹാർ സ്വദേശികളാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാർ മുഖ്യമന്ത്രി മാവൻ ദിയാൻ സത്കാർ യോജനയുടെ ഭാഗമായി പൊതുവിഭാഗത്തിലെ സ്ത്രീകൾക്ക് 3000 രൂപയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അർഹരായ സ്ത്രീകൾക്ക് 4500 രൂപയും വീതം അക്കൗണ്ടുകളിലേക്ക് നൽകി. 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൽകിയ വാഗ്ദാനമനുസരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ 3 ഗഡുക്കളാണ് നൽകിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ജൂലൈ 6-ന് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റിയായ ഡോക്ടർ അനിൽ മിശ്രയുടെയും രാജിയിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ട്രസ്റ്റിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അയോധ്യ കേസിലെ പ്രതി 1 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന പുതിയ വീട് ഇടിച്ചു നിരത്തിയേക്കും.
അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി അയോധ്യ വികസന അതോറിറ്റി അയോധ്യ കേസിലെ പ്രതി ലവ്കുശ് മിശ്രയ്ക്ക് നോട്ടീസ് നൽകി. കേതൻ അഗർവാൾ കൊലക്കേസിൽ മുഖ്യപ്രതിയായ സിയ അഗർവാളിനെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കണമെന്ന് പോലീസ് കോടതിയുടെ അനുമതി തേടി. കേതനെ മലയിടുക്കിലേക്ക് തള്ളിയിട്ടത് ആരാണെന്ന് ഉറപ്പിക്കാൻ തെളിവുകളോ ദൃക്സാക്ഷി മൊഴികളോ ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. കനത്ത മഴ മൂലം മുംബൈയിൽ പലയിടത്തും വെള്ളക്കെട്ട്. വെസ്റ്റേൺ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേകളിൽ വൻ ഗതാഗതക്കുരുക്ക്. ഗതാഗതം താറുമാറായതോടെ രാവിലെ ജോലിക്ക് പോകുന്നവരെ ബാധിച്ചു. നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം നൽകണമെന്ന് JDU MLA പങ്കജ് മിശ്ര. കേന്ദ്രമന്ത്രിയായും മുഖ്യമന്ത്രിയായി 20 വർഷവും അനുഭവസമ്പത്തുള്ള നേതാവാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രിയാക്കിയാൽ ബീഹാറിലെ ജനങ്ങൾ സന്തോഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടവും വെള്ളപ്പൊക്കവും. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും പ്രളയസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഹിമാചലിൽ മാത്രം ഇതിനകം 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ അർദ്ധരാത്രിയിൽ റഷ്യയുടെ കടുത്ത ഡ്രോൺ മിസൈൽ ആക്രമണം. 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പാർപ്പിട സമുച്ചയങ്ങൾ കത്തിനശിച്ചു. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഫെബ്രുവരി 28-ന് കൊല്ലപ്പെട്ട ഇറാനിയൻ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ 1.5 കോടിയിലേറെ ജനങ്ങൾ പങ്കെടുക്കും. ശനിയാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. തിങ്കളാഴ്ച വിലാപയാത്ര. ജൂലൈ 9-ന് ഇറാന്റെ വടക്കുകിഴക്കൻ നഗരമായ മഷാദിൽ ഖമേനിയുടെ ജന്മനാട്ടിൽ ഭൗതിക ശരീരം സംസ്കരിക്കും. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം വിദേശ എഞ്ചിനീയർമാർക്കും തിരിച്ചടി. പ്രമുഖ 46 എഞ്ചിനീയറിംഗ് തസ്തികകളിൽ 30% സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ 125 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ സിഖ് ഗുരുദ്വാര തകർത്ത് വ്യവസായി. ഗുരുദ്വാര ശ്രീ ഗുരു സിംഗ് സഭ സാഹിബ് ആണ് വ്യവസായി പൊളിച്ചത്. സംഭവത്തെ തുടർന്ന് സിഖ് സമൂഹം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഫിഫ ലോകകപ്പ് റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ബോസ്നിയയെ കീഴടക്കി ആതിഥേയരായ USA പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു USന്റെ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരത്തിൽ വാഴുന്നത് ആരാകും? പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചോ? ക്രിസ്ത്യാനോയ്ക്ക് ഇത് 6ാം ലോകകപ്പാണ്. മോഡ്രിച്ചിന് 5ാമത്തേതും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയുമായും ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.